പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയിലെ 3-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നീലാളികേശ പരിഭൂഷിത ബർഹിബർഹ കാളാംബുദ്യുതി കലായ കലേബരാഭ വീരസ്വഭക്തജന വത്സല നീരജാക്ഷ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. നീലാളികേശ പരിഭൂഷിത ബർഹിബർഹ കാളാംബുദ്യുതി കലായ കലേബരാഭ വീരസ്വഭക്തജനവത്സല നീരജാക്ഷ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. നീലാളികേശ, നീല അളികേശ, അളി വണ്ടാണ്, കേശമുടി. അപ്പോൾ ഇവിടെ നീലവണ്ടിൻ്റെ നിറമുള്ള മുടിയോടുകൂടിയവനേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിഭൂഷിത ബർഹിബർഹ, മയിൽപ്പീലി അലങ്കാരമായി മുടിയിൽ ചൂടിയിട്ടുള്ളവനെ. കാളാംബുദ്യുതി കളായ കളേബരാഭ, കാർമേഘ നിറത്തോടു കൂടിയവനും അതുപോലെ കായാമ്പൂ നിറമുള്ള ശരീരശോഭയോട് കൂടിയവനുമായ ഭഗവാനെ. വീര സ്വഭക്തജനവത്സല, സ്വന്തം ഭക്തന്മാരിൽ വാത്സല്യമുള്ളവനെ. നീരജാക്ഷ, താമരക്കണ്ണ. ശ്രീഭൂപതേ, ലക്ഷ്മി സമേതനായ ഭൂമിപതേ. ഹര ഹരേ സകലാമയം മേ, എൻ്റെ സർവദുഃഖങ്ങളും ഇല്ലാതാക്കി തീർത്താലും ഹരഹരനെ, ഹരിയും ഹരനുമായി ഒരേ സമയം വിരാജിക്കുന്ന ഭഗവാനെ. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. നീലവണ്ടിൻ്റെ നിറത്തോടുകൂടിയ അഥവാ നീലക്കറുപ്പുള്ള മുടിയോടുകൂടിയവനും കാർമേഘത്തിൻ്റെയും കായാമ്പൂവിൻ്റെയും വർണ്ണശോഭയുള്ള ശരീരത്തോടു കൂടിയവനും മയിൽപ്പീലി ചൂടിയവനും വീരനും ഭക്തജനവത്സലനും താമരക്കണ്ണനുമായ ശ്രീഭൂപതേ, എൻ്റെ സകല ദുഃഖങ്ങളെയും നശിപ്പിച്ചാലും. നീലക്കറുപ്പുള്ള മുടിയും കാർവർണ്ണവും കായാമ്പൂ വർണ്ണവും കൂടി കലർന്ന ഇരുൾ നിറമാർന്ന ശരീരത്തോടു കൂടിയാണ് വിഷ്ണു ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്രകടിതമായ ബ്രഹ്മതേജസ്സിനെയാണ് വിഷ്ണുവിൻ്റെ മേനിക്കറുപ്പഴക് പ്രതീകവൽക്കരിക്കുന്നത്. വിഷ്ണുവിൻ്റെ ശിരസിനെ അലങ്കരിക്കുന്ന മയിൽപ്പീലി അന്തർനേത്ര പ്രതീകമാണ്. സ്ഥൈതിക പാലനമൂർത്തിയായ വിഷ്ണുവിൻ്റെ ശിരോനേത്രമായി മയിൽപ്പീലി കണ്ണിനെ ഭാവന ചെയ്തിരിക്കുന്നു. യോഗീശ്വരൻ കൂടിയായ ശിവൻ്റെ അന്തർനേത്രം പുരികമധ്യത്തുള്ള ആജ്ഞാകേന്ദ്രത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. യോഗിയുടെ അന്തർനേത്രവും സ്ഥിതിപാലനമൂർത്തിയുടെ അന്തർനേത്രവും യഥാക്രമം ആജ്ഞാചക്രത്തിലും ശിരസിലും ഘടിപ്പിച്ച ആർഷകവിയുടെ ഭാവനാ വൈഭവത്തെ ആർക്കാണ് വാഴ്ത്താതിരിക്കാൻ സാധിക്കുക? ശിവശിരസിലെ ചന്ദ്രകല പ്രതീകവൽക്കരിക്കുന്ന സർഗാത്മകത തന്നെയാണ് വിഷ്ണു ശിരസിലെ മയിൽപ്പീലിക്കണ്ണും പ്രതീകവൽക്കരിക്കുന്നത്. സ്ഥൈതിക പരിപാലനാർത്ഥം വിഷ്ണുവിനാൽ നടത്തപ്പെടുന്ന ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും സൃഷ്ടിന്മുഖ സംഹാരാത്മകമാകുന്നു എന്ന് സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ശിവയോഗിയായിരുന്ന ശ്രീനാരായണ ഗുരു ശൈവതത്വത്തെ എപ്രകാരമാണോ സാക്ഷാത്കരിച്ചത് അതിൽ നിന്നും ഒട്ടും ഭിന്നമല്ലാതെ വൈഷ്ണവ തത്വത്തെയും സാക്ഷാത്കരിച്ചു എന്നാണ് ഈ വിഷ്ണുസ്തുതി വിളിച്ചോതുന്നത്. സർവമതസാരവും ഏകം
എന്നരുളി ചെയ്യാൻ ശ്രീനാരായണ ഗുരുദേവനെ പ്രാപ്തനാക്കി തീർത്തത് ഈ അനന്യ സാക്ഷാത്കാര മാതൃകയാണ്. ശിവശക്തിയിലും വിഷ്ണുമായയിലും ഏകത്വം ദർശിച്ച ഗുരുവിൻ്റെ പ്രായോഗിക അദ്വൈത ബോധം വാഗാതീത പ്രശംസ അർഹിക്കുന്നു. വിഷ്ണുവിനെ വീരനും സ്വഭക്തജനവത്സലനും നീരജാക്ഷനുമായാണ് ശ്ലോകത്തിൻ്റെ 3-ാം വരിയിൽ പ്രകീർത്തിച്ചിരിക്കുന്നത്. വീരത്തോടുകൂടി സ്വധർമ്മപാലനത്തിൽ പ്രശോഭിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വീരൻ എന്ന പദം വിഷ്ണു പര്യായമായി പ്രയോഗിക്കപ്പെട്ടു പോരുന്നു. സ്വഭക്തജനം എന്ന പദം സ്വന്തം ഭക്തന്മാർ എന്ന സങ്കുചിതാർത്ഥത്തിലല്ല ഗുരു ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. സ്വം എന്ന പദത്തിൻ്റെ വാഗർത്ഥം സ്വസത്ത അഥവാ സ്വത്വം എന്നാണ്. ഏകവും അഖണ്ഡവുമായ പരംപൊരുൾ തന്നെയാണ് തങ്ങളിൽ കുടികൊള്ളുന്ന ജീവാത്മസത്ത എന്ന ദൃഢബോധമുള്ള ജ്ഞാനഭക്തന്മാരാണ് സ്വഭക്തന്മാർ. വിഷ്ണുവിനെ ഏകവും അഖണ്ഡവുമായ പരംപൊരുളായി സാക്ഷാത്കരിക്കുന്നവരോട് വാത്സല്യമുള്ളവനാണ് വിഷ്ണു എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഏതു പ്രകാരത്തിൽ സാക്ഷാത്കരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ അതേ പ്രകാരത്തിൽ വെളിപ്പെട്ടു കൊടുക്കുന്ന ജ്ഞാനസ്വരൂപത്തോടു കൂടിയവരാണ് പരബ്രഹ്മ സ്വരൂപതയോടുകൂടി ഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള ഭാരതീയ ദേവീദേവന്മാർ എന്ന് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെല്ലാം തറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ പ്രസക്തമായി വരുന്നുണ്ട്. അന്യദേവതാരാധനയും ഉപാസനയും ഭാരതീയ ദൈവശാസ്ത്രത്തിൽ നിഷിദ്ധമല്ല എന്നാണ് ഗുരു ഈ പ്രയോഗത്തിലൂടെ സമർത്ഥിച്ചിരിക്കുന്നത്. സെമറ്റിക് മതങ്ങളിൽ കർത്താവായ എന്നെ മാത്രമേ ആരാധിക്കൂ എന്ന വചനമുണ്ട്. അപ്പോൾ മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്നവർ നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ ഭാരതീയ ദൈവശാസ്ത്രത്തിൽ സർവദേവന്മാരെയും ഏകവും അഖണ്ഡവുമായ പരംപൊരുളിൻ്റെ പകർന്നാട്ടങ്ങളായിട്ടാണ് ഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് രൂപത്തിൽ ആരാധിച്ചാലും ഏത് ഭാവത്തിൽ ഉപാസിച്ചാലും വെളിപ്പെട്ട് കിട്ടുന്നത് ഏകവും അഖണ്ഡവുമായ പരംപൊരുളാകുന്നു എന്ന വീക്ഷണമാണ് ഭാരതീയ ദർശനങ്ങളിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അക്കാര്യം ഗുരു ഇവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. നീരജം താമരയാണ്. താമരക്കണ്ണൻ എന്നാണ് നീരജാക്ഷൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം. താമര ഹൃദയപ്രതീകമായ ഒരു കാവ്യബിംബമാണ്. ഹൃദയത്തെ അറിവിൻ്റെ ഇരിപ്പിടമായി ഭാവന ചെയ്യുമ്പോൾ ജ്ഞാനദൃക്കോടുകൂടിയവൻ അഥവാ ജ്ഞാനദൃഷ്ടിയുള്ളവൻ എന്നാണ് താമരക്കണ്ണൻ എന്ന വിശേഷണത്തിൻ്റെ അർത്ഥം. സർവത്തെയും ജ്ഞാനാത്മകമായി നോക്കിക്കാണുന്ന വിശ്വപുരുഷഭാവം കൊണ്ട് വിരാജിക്കുന്ന വിഷ്ണുവിന് ജ്ഞാനഭക്തന്മാരോടാണ് വാത്സല്യമെന്നാണ് ഗുരു ആശയപരമായി ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. അങ്ങനെയെല്ലാമുള്ള വിഷ്ണുവിനോട് തൻ്റെ ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കി ജ്ഞാനസ്വരൂപതയിലേക്ക് കൈപിടിച്ചുയർത്തിയാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.